എന്നെ ക്ഷണിച്ച് ക്ഷണിച്ചതിനും നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിലും എനിക്ക് അതീവ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന പുതുമക്കാര്, പുതിയതായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് എൻ്റെ പ്രത്യേക നമസ്കാരം. ഞാൻ ഇടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട് ഡോക്ടർ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ മദ്യാസക്ത രോഗം എന്താണെന്നും അതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്നും അത് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു, അത് മുമ്പോട്ട് പോകുന്ന എന്താണെന്നും അതിന്റെ വ്യാപ്തി, അതിന്റെ ആഴം അതെന്താണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എത്രയോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആവർത്തനം ഇതിന്റെ ഒരു ഭാഗമാണ്. കാരണം വെച്ചാൽ ആൽക്കഹോളിസത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു അറിവ് കൊടുക്കാനായിട്ട് നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ എല്ലാം തന്നെ ആവർത്തനങ്ങൾ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് ആവർത്തിക്കപ്പെടുന്നു? എന്തിനാണ് ഇത്ര വലിയ ആവർത്തനങ്ങൾ? കാരണം വെച്ചാല് ഇത് അത്രമാത്രം ഗൗരവമുള്ളതാണ്. ഒരിക്കൽ പോലും ഒരു മീറ്റിങ്ങിൽ പോലും ഇതെന്താണെന്നും ഇത് എത്രമാത്രം വളരെ ഭീകരമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണെന്നും എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പുറത്തുചാടാനുള്ള മാർഗം എന്താണെന്നും അതിന്റെ വഴികൾ എന്താണെന്നും അതിന് പറയുന്ന അനുഭവങ്ങൾ, അതിന്റെ വ്യക്തത, അതിന്റെ ഗൗരവം എന്താണെന്നും ഒക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മള് ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ? അതായത് ഇത്രയും ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഡിസീസ്, നമ്പർ 1 ജയന്റ് കില്ലർ, ജയന്റ് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ മരിച്ചു പോകാന്നർത്ഥം. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്, ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിക്കുന്നത്, അതിന് മോർബിഡിറ്റി എന്ന് പറയും, ഇംഗ്ലീഷിൽ മോർബിഡിറ്റി. അപ്പൊ ദ ഗ്രേറ്റസ്റ്റ് മോർട്ടാലിറ്റി ആൻഡ് ഗ്രേറ്റസ്റ്റ് മോർബിഡിറ്റി, ഏറ്റവും കൂടുതൽ മരണം, ഏറ്റവും കൂടുതൽ യാതനകൾ, അതിൽ കൂടുതൽ അനുഭവിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന രോഗം. ഇത്രയും പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. പുതുമക്കാർക്കൊക്കെ ചിലപ്പോൾ ഒരു അത്ഭുതമായിരിക്കും. ചിലപ്പോൾ അവർ ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ട് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ മദ്യം കഴിക്കുമ്പോൾ ആളുകൾ എങ്ങനെ മരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ മരിക്കുന്നത്? ഇത് സൂക്കേടാണെന്ന് പറയുന്നത് ന്യായമാണോ അന്യായമാണോ? ആളുകളെ വെറുതെ കുടിപ്പിക്കാതിരിക്കാനായിട്ട് വെറുതെ അവരെ സൂചിപ്പിക്കാൻ പറയുന്ന ഒരു വാക്കാണ്. പല ആൾക്കാർക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാം. അങ്ങനെ ഒരു മദ്യപാനായിട്ടുള്ള ഒരു സുഹൃത്ത് ഒരു പ്രോഗ്രാമിൽ പോകുന്ന മറ്റൊരു സുഹൃത്തിനോട് പലപ്പോഴും പറയാറുള്ള വാക്ക് എന്താണെന്നറിയും? ഇതൊക്കെ വെറുതെ പറയുന്നില്ല, എന്ത് മീറ്റിംഗ്, അതൊക്കെ മനസ്സ് വെച്ച പോരെ, അതൊക്കെ നമ്മൾ ആവശ്യമുള്ളതല്ലേ കുടിക്കുള്ളൂ. നീ എന്താ പറയുന്നത്? വെറുതെ അവിടെയൊക്കെ പോയി ഭ്രാന്തായി പോകും. വെറുതെ ഞാൻ പറയണത് കേൾക്കും. ഇങ്ങനെയൊക്കെ പറയണ ഇത്ര ആൾക്കാർ എനിക്കറിയാം, എത്രയോ ആൾക്കാർ. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് വഴിതെറ്റി പോകുന്നു. അവര് രക്ഷപ്പെടലിന്റെ വക്കിൽ നിന്ന് അവര് വഴിതെറ്റി അലഞ്ഞ് വീണ്ടും ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് മരിക്കാറാവുന്ന ഒരവസ്ഥയിൽ, അന്ന് ചിലപ്പോൾ സമയം വൈകി പോയിരിക്കും. അങ്ങനത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിൽ എത്തുന്ന പാവങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കും. എത്രയോ ദയനീയത. അപ്പോൾ ഈ മദ്യാസക്ത രോഗത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഈ വേദി ഇവിടെ അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അറിവും അനുഭവങ്ങളും പ്രതീക്ഷകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനെ ഒരാൾ എങ്ങനെ സ്വീകരിക്കുന്നു അതനുസരിച്ച് അയാൾ ജീവിക്കും എന്ന് പറയാം. അയാള് ജീവിച്ചിരിക്കും, അയാളുടെ ജീവിതത്തിനൊരു മേന്മ ഉണ്ടാകും, അയാൾ ഈ ലോകത്തെ അറിഞ്ഞിരിക്കും, അയാളുടെ ശരീരത്തിന്റെയും അയാളുടെ മനസ്സിന്റെയും പ്രാധാന്യം മനസ്സിലായിരിക്കും. ഈ ലോകത്തിലെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അയാൾ അറിഞ്ഞിരിക്കും.
ബന്ധങ്ങളുടെ മഹത്വം എന്താണെന്ന് അയാൾ അറിഞ്ഞിരിക്കും. ഈ മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന സംഗതി എന്താണെന്ന് അയാൾ അറിഞ്ഞിരിക്കും. ഇതൊന്നും അറിയാതെ ഞാനീ പറഞ്ഞ 4-5 കാര്യങ്ങള്, ശരീരം എന്താണെന്ന്, മനസ്സ് എന്താണെന്നും, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്നും, ബന്ധങ്ങൾ എന്താണെന്നും, മനുഷ്യത്വം എന്താണെന്നൊക്കെ അറിയാൻ പാടില്ലാതെ ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ട് ഇങ്ങനെ ഒഴുകി 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 ഏതൊക്കെയോ കുറച്ച് വികാരങ്ങളുടെ മാത്രം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവും അതിന്റെ അഡിക്ഷന്റെ ഫലമായിട്ട് തലച്ചോറ് ഉണ്ടാകുന്ന ചില വിക്രിയകൾ, അതിന്റെ അനുസരണത്തിലും അയാൾ ജീവിതത്തിൽ എങ്ങനെ എങ്ങനെ എന്താണ് എവിടെയാണെന്ന് അറിയാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് ബന്ധങ്ങളുടെ വ്യക്തത അറിയും, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ, അറിവിന്റെ, ആ ലോജിക്കിന്റെ ആവശ്യം എന്താണെന്നറിയും. അതൊക്കെ അയാൾക്ക് അറിയണമെങ്കിൽ അതിന്റെ അവസ്ഥ ഉണ്ടാവുള്ളൂ. ആ അവസ്ഥ കിട്ടണം, ആ അവസ്ഥ ഉണ്ടാകണം. ആ അവസ്ഥ എവിടുന്നാ വരുന്നത്? അതും അയാളുടെ ശരീരം കൊണ്ടും അയാളുടെ മനസ്സുകൊണ്ടും ഈ പറഞ്ഞ എല്ലാ സംഗതികളും, ബന്ധത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ആവശ്യം കൊണ്ടും അയാൾ യാതനകൾ അനുഭവിക്കും. ഇഞ്ചിഞ്ചായിട്ട് അയാൾ യാതനകൾ അനുഭവിച്ച് ഒറ്റപ്പെടും. അയാൾ മരിക്കണം എന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ അയാൾ കൊല്ലണം എന്ന് ആഗ്രഹിച്ച് ആളുകളോട് ഇടപെട്ട് ജയിലിൽ പോകും. ജയിലിലെ ഏകാന്തതയിൽ നിന്ന് ചിലപ്പോൾ അയാൾ ആലോചിക്കും. അങ്ങനെ എത്ര പേരെ എനിക്കറിയാം. ഞാനിപ്പോ പറയുന്നത് വെറുതെ പറയുന്നല്ല. അവിടെ തന്നെ ജോലി ചെയ്യുന്ന പല ആൾക്കാരും ഭാര്യയൊക്കെ അടിച്ചിട്ട് 10 വർഷമൊക്കെ ജയിലിൽ ഇപ്പൊ കിടക്കുന്ന ആളുണ്ട്. ആ ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അതുവരെ അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇത് അങ്ങനത്തെ മാരക രോഗമാണ്. അപ്പൊ പുതുമക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങള് ജീവിതത്തെ കാണാൻ പോകുന്നുള്ളൂ. പല ആൾക്കാരും ജീവിതം എന്താണെന്ന്, വാട്ട് ഈസ് ലൈഫ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വാട്ട് ഈസ് ലൈഫ്, എന്താണ് ജീവിതം? അത് ഏതൊരു മനുഷ്യനും, ഏതൊരു കുട്ടിയും, ഏതൊരു സീരിയസ് രോഗം ബാധിച്ച ആളും, ഏതെങ്കിലും യാതനകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളും ആദ്യം അറിയേണ്ടത് ഈ ജീവിതം എന്താണ്, വാട്ട് ഈസ് ലൈഫ്. അത് അയാൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അയാൾ ഇപ്പോഴും ചെറിയ കുട്ടീനും താഴെയാണെന്ന് ഞാൻ പറയും. അല്ല, ഇത്രയും ജീവിച്ച ജീവിത അനുഭവങ്ങൾ അത് എന്താണെന്ന് അയാൾക്ക് ചുരുക്കത്തിൽ ഒന്ന് മറ്റുള്ളവരോട് പറയാൻ കഴിയുണ്ടാവില്ല. എന്ത് ജീവിതം അയാൾ നയിച്ചു, അത് എന്തായിരുന്നു അയാളുടെ കഴിഞ്ഞ ജീവിതം, അതിങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരു മനുഷ്യന്റെ ചിന്തയിൽ കൂടി വരുന്ന സംഗതികളൊക്കെ. ഇതെല്ലാം നമ്മൾ പങ്കുവെക്കുന്ന ജീവിതം തന്നെയാണ്, അതിനൊരു സംശയമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യം, പുതുമക്കാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്, വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ, എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഉത്തരം ഏറ്റവും അതികഠിനമായിട്ടുള്ള ആൻസറാണ്. അതിന്റെ അതികഠിനമായ ഉത്തരാണ്, പക്ഷെ അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിങ്ങനെയാണ്, ഒരാൾ മരിച്ചു പോകാതിരിക്കാൻ, ചീഞ്ഞും മണ്ണിന്റെ അടിയിൽ പോകാതിരിക്കാൻ, അല്ലെങ്കിൽ കത്തി ഭസ്മമായി പോകാതിരിക്കാൻ, ഒരു ശരീരം അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയ, ആ ഒരു ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകൾ, പ്രവർത്തനങ്ങൾ, അതാണ് ജീവിതം. അപ്പോ ഒരു പുതിയ പ്രശ്നം വന്നു. അപ്പൊ എന്താണ് ശരീരം ചെയ്യുന്നത്? ഒരാൾ ജീവിച്ചിരിക്കാൻ. അപ്പോൾ അത് അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രയത്നമാണ്, ഒരു ശരീരത്തിന്റെ പ്രയത്നമാണ്. ഒരു ശരീരത്തിന്റെ ഏറ്റവും ചെറിയ കോശങ്ങൾ, അതിന്റെ ഉള്ളില് പ്രവർത്തനം നടക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ അനേക കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഓരോ കോശവും പ്രവർത്തിക്കുന്നുണ്ട് അയാളെ ജീവിപ്പിക്കാൻ, അയാൾക്ക് ബോധം ഉണ്ടാക്കാൻ, അയാൾക്ക് പ്രാണവായു കിട്ടാൻ, അയാൾ വളർന്ന് വലുതാകാൻ, അയാൾ വളർച്ചയിൽ, അയാൾ
അയാളെ പോലെ തന്നെയുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കാൻ, വംശം നിലനിർത്താൻ, ഈ ലോകമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ, അയാളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ, അയാൾ ആരാണെന്ന് അയാൾക്ക് തന്നെ അറിയാം, അയാളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ, ഉപദ്രവിക്കാതിരിക്കാൻ, ഉപദ്രവം ഏൽക്കാതിരിക്കാൻ, ഇതൊക്കെ അയാളുടെ ശരീരം അയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ മദ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്താൽ അടിപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതിൽ എത്രയോ കാര്യങ്ങൾ അയാൾക്ക് വല്ലപ്പോഴൊക്കെ മനസ്സിൽ കൂടെ കടന്നു പോവായിരിക്കും. പക്ഷെ അതിനോട് ഉത്തരവാദിത്വം ഉണ്ടാവില്ല അയാൾക്ക്. അതൊന്നും അയാളെ ഇരുത്തി ഡീപ്പായിട്ട് ചിന്തിപ്പിക്കുകയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴുകി ഇങ്ങനെ നടക്കും. അയാളുടെ ഈ ആവശ്യങ്ങൾ, അയാൾക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. ജീവിക്കാനും വളരാനും ഈ സമൂഹമായിട്ട് ഇടപെടാനും ഉപദ്രവം ഏൽക്കാതിരിക്കാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ലോകത്തുനിന്ന് അയാൾക്ക്, അതായത് സർവൈവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിജീവനം. ആ അതിജീവനത്തില് ഈ നമുക്ക് ശുദ്ധവായു ഉണ്ട്, വെള്ളം ഉണ്ട്, ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപദ്രവം ഏൽക്കാതിരിക്കാനുള്ള, സുരക്ഷിതമായിട്ട് കിടക്കാനുള്ള ഒരിടം, അവിടെ വസ്ത്രങ്ങൾ, ഇതെല്ലാം അയാൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് അയാളുടെ ജൈവപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അയാൾക്ക് ലൈംഗികമായിട്ടുള്ള അയാളുടെ ആവശ്യങ്ങളുണ്ട്. അയാളുടെ ജന്മവാസനകൾ, അതൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ അയാൾക്ക് ലോകത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. ലഭിക്കുന്നത് ശരിയായി ഉപയോഗിച്ച് വളർന്ന് വലുതായി മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാതിരിക്കണമെങ്കിൽ അയാൾ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ആവശ്യമുണ്ട്. മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാതെ ഈ ആവശ്യം സാധിച്ചുകൊണ്ട് അയാൾ പോവുകയാണെങ്കിൽ മദ്യം ഇതിലെല്ലാത്തിലും ഇടപെടും. ഇപ്പൊ ഞാൻ പറഞ്ഞ വളരെ നിസ്സാര കാര്യങ്ങളാണ് തോന്നുന്നുണ്ട്. അയാൾക്ക് ഭക്ഷണം, വെള്ളം, അയാൾക്ക് ജോലി വേണം. ചുറ്റുപാടും ജോലിയൊക്കെ ഉണ്ടെങ്കിലേ അയാൾക്ക് ഒരു ജോലി കിട്ടുള്ളൂ. അയാൾക്ക് വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം എത്രമാത്രം മറ്റൊരാൾക്ക് ആവശ്യമുണ്ടോ അയാളുടെ വിദ്യാഭ്യാസം കൊണ്ടുള്ളൊരു ഗുണം, അതിനനുസരിച്ച് ഒരു ജോലി കിട്ടുള്ളൂ. അയാൾക്ക് കഴിവ് വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടും അയാൾക്ക് വേണ്ട കഴിവുകൾ, അത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ, ഇതൊക്കെ മദ്യത്തിന്റെ ഇടപെടലോടുകൂടി എല്ലാം അയാൾ പുറകോട്ട് പോകും. വിദ്യാഭ്യാസത്തിൽ അയാൾ വളരെ താഴേക്ക് പോകും. അയാൾ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ കുടിക്കാൻ തുടങ്ങിയ ഒരാളാണെങ്കിലും അയാൾക്ക് ആ വിദ്യാഭ്യാസം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ വളരെ ലോവർ ലെവലിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ ചെയ്തു അയാളുടെ വിദ്യാഭ്യാസത്തിന്റെ കഴിവ് ഡെവലപ്പ് ചെയ്യുന്ന മദ്യയിൽ ഇടപെടും. ഒരു ഉറപ്പായ കാര്യമാണ് മദ്യം ഇടപെടും. അപ്പൊ അതിപ്പോ അയാളുടെ ക്വാളിഫിക്കേഷൻ, അയാളുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വളരെ കുറവായിരിക്കും. ഉന്നത നിലവാരത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് മദ്യം. അപ്പൊ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കഴിവൊക്കെ വളരെ ലോവർ ലെവലിലായിരിക്കും. അതുപോലെ വേണ്ട അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി പോലും വളരെ മോശമായിരിക്കും. അയാളുടെ ജന്മവാസനകളിൽ അത് ഇടപെടും. അയാൾ ചിന്തകൾ, അയാളുടെ തോന്നലുകൾ, അയാളുടെ വികാരങ്ങൾ, അയാളുടെ സ്വഭാവങ്ങളിൽ ഇടപെടും. അപ്പൊ ഇത് അടിസ്ഥാന സംഗതിയാണ് ഇപ്പൊ പറഞ്ഞത്. ഈ അടിസ്ഥാന കാര്യങ്ങളെല്ലാം മദ്യം ഇടപെടും. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ അപ്പുറത്തേക്ക് പോകാൻ. അതെന്താണ്? ഒരു വീട് വേണമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ സുരക്ഷിതത്വം, അവിടുത്തെ ആളുകളായിട്ടുള്ള ബന്ധങ്ങള്, സ്നേഹം പങ്കുവെക്കല്, ഉത്തരവാദിത്വം പങ്കുവെക്കല്, അതുകൂടാതെ തന്നെ മറ്റുള്ള വിഷമങ്ങളൊക്കെ അറിയാനുള്ളൊരു മനുഷ്യത്വം ഉണ്ടായിരിക്കണം. അതിനുള്ള ബോധം വേണം. അതൊക്കെ ബാധിക്കും. മിക്കവാറും അയാളൊരു ഹോംലെസ്, ഹെൽപ്ലെസ്, അങ്ങനെ ആയിരിക്കും അയാൾ ആ വീട്ടിൽ ജീവിക്കുന്നത്. അയാളവിടെ താമസിക്കുന്നുണ്ടോ എന്ന് മറ്റുള്ളവർക്കൊക്കെ അറിയാം. പക്ഷെ അയാൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം, മനസ്സ് തുറന്നുള്ള ഒരു സ്നേഹം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ അവിടെ
താമസിക്കുന്നവരെ ഉപദ്രവിക്കാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാൾക്ക് ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ കിടക്കാന്നല്ലാതെ ഒരു വീട് പറയാൻ പറ്റില്ല. വീട്ടില് എന്താണ് സ്നേഹം പങ്കുവെക്കണം, ഭക്ഷണം പങ്കുവെക്കണം, ഓർമ്മകൾ പങ്കുവെക്കണം. പങ്കുവെക്കേണ്ട ഒരു കേന്ദ്രമാണ്. അൺകണ്ടീഷണൽ. ഒരു ഞാൻ അത് ചെയ്യാം, നീ ഇത് ചെയ്യണം എന്നുള്ള അതിലൊന്നുമല്ല. അവിടെ വ്യവസ്ഥകളൊന്നും ഇല്ലാത്ത ഒരു പങ്കുവെക്കല, സ്നേഹം, വസ്തുക്കൾ എല്ലാം പങ്കുവെക്കുന്ന അങ്ങനെയാണ്. പക്ഷെ ആളുകളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സ് മറ്റുള്ളവരിലേക്ക് എത്രമാത്രം അടുത്തിട്ടുണ്ടെന്ന് അത് നമുക്ക് പറയാൻ പറ്റും. ഒരു മദ്യാസക്തിന്റെ അയാളുടെ മനസ്സ് രാവിലെ എഴുന്നേറ്റ മുതൽ രാത്രി കിടക്കുന്നത് വരെ എപ്പോഴും ഒരു മെമ്മറി, ഒരു മെമ്മറി അയാൾക്ക് എപ്പോഴും ഉണ്ടാവും. എന്താണ് ആ മെമ്മറി? മദ്യത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ഹലോ ഹലോ എന്താ പ്രശ്നം? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ഇടപെടുന്നുണ്ടോ ആൾക്കാർ? ഞാനിത് വേറെ ഒരു ഇതിലല്ല പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് നടക്കുന്ന സംഭവങ്ങളാണ്, യാഥാർത്ഥ്യമാണ്. ഒരു മെമ്പർ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്, ഞാൻ ഒരു തേർഡ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് അനുഭവം, എല്ലാവരുടെയും കൂടി അനുഭവം പങ്കുവെക്കാം. മനുഷ്യരാശിയുടെ കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. മദ്യാസക്ത ലോകത്ത് മരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാശിയുടെ കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. മറ്റത് അവിടെ സ്വന്തം അനുഭവമാണ്. അതൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു മനുഷ്യൻ, ഒരു കുടുംബം, അതിൻ്റെ ഒരു ഭാഗം, അതിലെയുള്ള ബന്ധങ്ങൾ, അതുപോലെ അയാളുടെ ജീവിതം, ആ ജീവിതത്തിൽ അയാളുടെ ശരീരം, ഇതൊക്കെ ഞാൻ പറയുന്നു. അതെല്ലാം പറയുന്നതിൽ എന്ത് പറഞ്ഞിട്ട് കാര്യം? അപ്പോൾ പണ്ട് പല ആൾക്കാരും കുറെ സെന്റിമെന്റലിസം, മദ്യം കഴിച്ചുള്ള കുറെ സെന്റിമെന്റലിസം പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അത് പറഞ്ഞിട്ട് അറിവ് കിട്ടൂല. മദ്യം കഴിച്ച് ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടു പോയി, എനിക്കാരുമില്ലായിരുന്നു, ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാനൊരു പാവമായിരുന്നു, അങ്ങനത്തെ കുറെ സെൽഫ് പിറ്റികൾ, കുറച്ച് സെൽഫായിട്ടുള്ള കുറച്ച് അഹങ്കാരങ്ങൾ, അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ഈ ലോകത്തിന്റെ ഒരു ഭാഗമാണ്, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മളെ മനുഷ്യ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ബാധിക്കുന്ന രോഗത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ആളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടി ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളൊരു വീടിന്റെ കാര്യം പറഞ്ഞു, അവിടെ ആവശ്യങ്ങൾ വേണം, ആ വീട്ടിലെ ആവശ്യങ്ങൾ നടപ്പിലാവില്ല. അതുകൂടാതെ ഇതിന്റെ യാഥാർത്ഥ്യമാണ് പറയുന്നത്. വാട്ട് ഈസ് ലൈഫ് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ്. ലൈഫ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പറയണ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും നമ്മൾ പങ്കുവെക്കുമ്പോൾ അതൊരാളുടെ മാത്രം കാര്യം, ഇത് മനുഷ്യരാശിയുടെ മൊത്തം കാര്യം. അപ്പോൾ വീട്, അവിടുത്തെ സുരക്ഷിതത്വം, അതെല്ലാം ഇല്ലാതെ അയാൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, അയാൾ ഒരു ഉപദ്രവകാരിയായിരിക്കുന്നു. അവിടെ അയാൾക്ക് വാസ്തവത്തിൽ ഒരു വീടില്ലാത്ത ആളെ പോലെയാണ്. അവിടെ നിന്നും അയാൾക്ക് ഞാൻ എന്ന് പറഞ്ഞ സാധനം വേണം. ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അത് കാണുന്ന യാഥാർത്ഥ്യം, അത് ഇടപെടുന്ന കാര്യങ്ങൾ, അതൊക്കെ അവിടെ വേണം. അതൊന്നുമില്ല. അതൊന്നുമില്ലാതെ അയാള് ഞാൻ നിന്ന സാധനം പോലും ഇല്ല അവിടെ. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അറിയണമല്ലോ, ഞാൻ എന്നെ അറിയണം, ഞാനും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ അറിയണമല്ലോ, ഉപദ്രവം ഇല്ലാതിരിക്കണമല്ലോ. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത കൊണ്ട് അയാൾ അയാളെ തന്നെ അറിയുന്നില്ല. ഹൂ ആം ഐ, ഞാൻ ആരാണ് അയാൾ അറിയുന്നില്ല. അതാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, സ്വയം മനസ്സിലാക്കൽ. ഒരു സ്വയം എസ്റ്റീം, ഞാൻ എന്നുള്ള എന്നെ ഞാൻ പുറത്തേക്ക് അറിയുന്നത് എൻ്റെ അഡ്രസ്സ് മൂലം മാത്രമല്ല,
ഞാനും ഈ സമൂഹമായിട്ടൊരു ബന്ധം കൂടിയാണ്. എന്നെ പറ്റിയുള്ളൊരു സ്വയം മതിപ്പിലൂടെയാണ്, എന്നെ പറ്റി മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന സ്നേഹത്തിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെ അയാളെ പോലും അറിയുന്നില്ല. ഉം. അയാൾ ആരാണ്, എന്താണ് സംഭവം, അയാളും മറ്റുള്ളവരായിട്ടുള്ള ഈ ബന്ധങ്ങളും യാഥാർത്ഥ്യങ്ങളും അയാൾ ഏത് രീതിയിലാണ് നിലനിൽക്കുന്നത്, അങ്ങനെ ഒരു സ്വയം മതിപ്പ് അയാൾക്കില്ല, സെൽഫ് എസ്റ്റീം ഇല്ല. അതിന്റെ മുകളിൽ ഒരു സംഗതിയുണ്ട്, ഭയങ്കര ഒരു സംഭവം. അതിന്റെ മുകളിലാണ് അയാൾക്കൊരു ജോലിയുണ്ട്. ആ ജോലി, അയാളുടെ ഭക്ഷണം, അവിടെ കൂടെ ജീവിക്കുന്നവരുടെ ഭക്ഷണം, അതിൽ കൂടിയുള്ളൊരു ഉത്തരവാദിത്വം, അതിനു വേണ്ടിയുള്ള ജീവിതത്തിന്റെ ഒരു മേന്മ, ഒരു ക്വാളിറ്റി, ഇതൊന്നും നിലനിർത്താൻ അയാൾക്ക് പറ്റില്ല. അയാളുടെ ജോലി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കും. കാരണം അതിന്റെ ഉള്ളിലേക്ക് മദ്യം ഇടപെടും. ആ ജോലി അയാൾക്ക് ശരിക്കും കൊണ്ടു നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അയാൾ അവിടുന്ന് പിരിച്ചുവിടപ്പെട്ടു. അപ്പൊ അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും. അത് ഞാൻ എന്ന സംഭവം യാഥാർത്ഥ്യമാവുന്നതിൽ അവിടെ കൂടിയാണ്. ഈ ലോകത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഞാൻ എൻ്റെ കഴിവ് ആർജിച്ച് വളർന്ന് വലുതായി ഒരു ജോലി കിട്ടി, ഞാൻ എനിക്ക് താങ്ങായി മാറി, എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് താങ്ങായി മാറുന്നതാണ് ഞാൻ എന്ന യാഥാർത്ഥ്യമായി മാറുന്നത്. അത് ഈ ലോകത്തെ എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. അപ്പോൾ അത് വൈകിപ്പോവും. ഒരു മദ്യാസക്തന് അങ്ങനെ ഒരു ജോലി കിട്ടാൻ വൈകിപ്പോകും, ജോലി സ്ഥിരമായിട്ട് ഇരിക്കാൻ വൈകിപ്പോകും, ജോലി സ്ഥിരത ഇല്ലാതെ ആയിപ്പോവും, അത് തകർന്ന് തരിപ്പണായിപ്പോവും. അതോടുകൂടി തന്നെ ആ കുടുംബം അനാഥമാവും, വേർപാടുകൾ ഉണ്ടാവും, ഡൈവേഴ്സ് ഉണ്ടാവും അവിടെ. അത് കൂടാതെ അയാളൊരു മാനസിക രോഗിയാവും. ഞാനല്ലാതാവുന്ന അവസ്ഥയിൽ അയാൾ പലതരം മാനസിക രോഗാവസ്ഥയിൽ കൂടി പോകും. അപ്പോൾ എനിക്ക് ഒരു തരത്തിൽ അയാളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ദയനീയമായ ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യന് അങ്ങനെ ആകാൻ പാടില്ല. അതിദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യന് അങ്ങനെ പോകാൻ പാടില്ല. അതിന് ഒരു ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, അയാളുടെ കുടുംബത്തിന് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ പോവുകയാണെങ്കിലും. അതുകൂടാതെ ഈ നാട്ടിലെ അയാളുടെ സുഹൃത്തുക്കൾക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്, സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ കാണാത്തത്? എന്തുകൊണ്ട് അങ്ങനെ കാണാത്തത്? പ്യുവർലി അത് ഞാൻ പറയാം, ആ നഗ്ന യാഥാർത്ഥ്യം ഞാൻ പറയാം. എന്താണെന്നറിയാവോ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കണ്ട് രസിക്കാൻ എന്ത് സുഖം. അതാണ്. അറിവുള്ളവര് അയാളെ സഹായിക്കുന്നില്ല. അയാളുടെ സ്വന്തം വീട്ടുകാര് അയാളെ ഒരു രോഗിയായിട്ട് പോലും കണക്കാക്കുന്നില്ല. അയാളെ ഒരു ഉപദ്രവകാരി, ഒരു ശത്രുവായിട്ട് തന്നെ കണക്കാക്കുന്നു. അവരുടെ ആദ്യത്തെ വികാരം മുതൽ അവസാനത്തെ വികാരം വരെ അതായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്തെന്നിരിക്കും. അയാൾ നിശബ്ദനായിട്ട് അയാൾ സൂയിസൈഡ് ചെയ്തെന്നിരിക്കും. പക്ഷെ അയാൾ ഒരു മനുഷ്യനാണ്, ഒരു ജീവിയാണ്. അയാൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹവും അഭിലാഷമൊക്കെ ഉണ്ട്. അപ്പോൾ അയാളുടെ ഇന്നർമോസ്റ്റ്, അയാളുടെ ഉള്ളിലുള്ള അയാൾക്ക് അറിയാൻ പാടില്ല ഇത് രോഗമാണെന്നും. അത് അയാളെ വേറൊരു തലത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. അയാളുടെ തലച്ചോറും അയാളുടെ ശരീരവും മദ്യത്തിന് അടിപ്പെട്ട ഒരാളായിട്ട്, ആൽക്കഹോൾ ഡിപ്പെൻഡന്റ്, ഞാൻ ഇംഗ്ലീഷിൽ പറയണതാണ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്. മദ്യത്തിന് അടിമയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ അടിമയായത്? ഈ മദ്യം കയറി തുടങ്ങുന്ന മുതൽ അയാൾ അടിമയാകാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ കോശവും അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് ജീവിക്കാൻ. ആ ഓരോ കോശത്തിന്റെ ഉള്ളിലും മദ്യം കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ കോശത്തിന്റെ പ്രവർത്തനം അടിമപ്പെട്ടു, മദ്യം അതിലൊക്കെ കയറി ഇറങ്ങുന്നു. ആ കോശങ്ങൾ ചേർന്ന് ഒരു അവയവം ഉണ്ടാവുന്നു, ആ അവയവത്തിൽ കയറി അത് ഇടപെടുന്നുണ്ട്, അതും അടിമയായിട്ടുണ്ട്. അത് എല്ലാ അവയവങ്ങളും ചേർന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരം. ആ സിസ്റ്റത്തിൽ കയറി ഇടപെടുന്നുണ്ട്. കമ്പ്യൂട്ടർ ഒരു സിസ്റ്റമാണല്ലോ, അതിന് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഉണ്ട്. അതായത് ആ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് കയറി ഇറങ്ങുന്നുണ്ട് മദ്യം. അതുപോലെ അതിൻ്റെ മെമ്മറി, അതിൻ്റെ ഓർമ്മകൾ,
അതിന്റെ പ്രവർത്തനങ്ങൾ അത് എല്ലാത്തിലും കയറി ഇടപെടുന്നു. അപ്പോൾ അത് അങ്ങനെ ഇടപെട്ട് അടിമയായി മദ്യമില്ലാതെ ശരീരത്തിലെ കോശങ്ങൾക്കോ അവയവങ്ങൾക്കോ ശരീരത്തിനോ അയാളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന കെമിക്കൽസിനോ പ്രവർത്തിക്കാൻ പറ്റാതെ അത് എത്ര ദയനീയമാണെന്ന് നോക്കുക. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് 100% യാഥാർത്ഥ്യമാണ്. യു ക്യാൻ പ്രൂവ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഒരു നിശ്ചിത അളവിൽ മദ്യം കഴിച്ച് ആ അളവ് കൂട്ടി ഒരു പ്രത്യേക സ്വഭാവത്തിലൂടെ വളർന്ന് ജീവിച്ചു കൊണ്ടുപോകുന്ന ഒരാളെ പറ്റി നിങ്ങൾക്ക് പ്രവചിക്കാം. ഒരു വർഷം കഴിഞ്ഞാൽ അയാളെ പറ്റി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പ്രവചിക്കാം. ഇന്ന കാര്യങ്ങൾ അയാൾക്കൊന്നും ഇഷ്ടാവും, അയാൾ ഇന്ന പോലെയുള്ള അവസ്ഥയിൽ കൂടി പോകും. ഇത് വെറുതെ കണ്ടു നിൽക്കുന്നവർക്കും വരും, അയാളുടെ അയൽവക്കക്കാർക്ക് വരും പ്രവചിക്കാം ആ കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണത്? അതാണ് there is a സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉള്ള തകരാറുകൾ ഈ മദ്യം കയറി ഇറങ്ങുന്നതുകൊണ്ടാണ് എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. അതിന് വേറെ ഒന്നും വേണ്ട. അയാൾ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്, ആ കുടിയുടെ അളവ് കൂടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സുഹൃത്ത് അത് തന്നെയല്ലേ പറഞ്ഞത്. ഒരു ആള് ഷെയർ ചെയ്ത് ഞാൻ കേട്ടു. ആ മദ്യത്തിന്റെ അളവ് കൂട്ടുന്നതും അതിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞല്ലോ. അത് അങ്ങനെ വരാതിരിക്കില്ല. അതായത് മദ്യം കയറി ഇറങ്ങി അളവ് കൂടുന്തോറും അതിന്റെ തീവ്രത കൂടി, നാശം കൂടി, സിസ്റ്റം തകരും. അതാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഒരു എന്താണ് ജീവിതം, മദ്യാസക്തന്റെ ജീവിതം അങ്ങനെ എന്താണെന്നറിയാത്ത ഒരാള് വന്നു കഴിഞ്ഞാല് അയാൾക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പോവുക എന്നുള്ളതല്ലാതെ അയാൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിതൊക്കെ ആലോചിച്ചുകൊണ്ട് നടന്ന ആളാണ്. മദ്യത്തെക്കുറിച്ചും നിർത്തുന്നതിനെ കുറിച്ചും ഞാൻ ആലോചിച്ചുകൊണ്ട് നടന്ന ഒരാളാണെന്നുള്ള ഒരു ധാരണയെങ്കിലും അയാൾക്ക് വേണം. അതിൽ നിന്നാണ് അയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ചിന്ത കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്ത ഈ മീറ്റിങ്ങിൽ വന്നിട്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അടുത്ത് തന്നെ അയാൾ 24 മണിക്കൂർ പ്രോഗ്രാം ചിലപ്പോൾ സ്വീകരിച്ചെന്നിരിക്കാം. അയാൾ അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും സ്വീകരിക്കണമെങ്കിൽ പിന്നെയും ചിലപ്പോൾ സമയം പിടിക്കും. കാരണം അയാളെ സംബന്ധിച്ച് അതിന് ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെ അത് വലിയൊരു സംഭവമാണ്. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രെയർ നിങ്ങൾ എടുത്ത് നോക്കുക. ആ പ്രെയർ ഒന്നും ആദ്യം വന്നേക്കുന്ന ആൾക്കൊന്നും ഒരു പിടിയും കിട്ടില്ല. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു പിടിയും കിട്ടില്ല. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ നമ്മൾ ഉത്ബോധിപ്പിച്ച് അവരെ മാറ്റാൻ വേണ്ടി നടക്കുന്ന പണി അത് സാധ്യമാവില്ല. മറ്റുള്ളവരുടെ മുകളിലുള്ള നമ്മുടെ സ്വാധീനം അങ്ങനെ നമുക്ക് നിർബന്ധപൂർവ്വം ഒരാളെ മാറ്റാൻ പറ്റില്ല. മാറുന്നത് അയാളാണ്. മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റാനുള്ള ധൈര്യം അത് നമുക്ക് സ്വയം മാറാനേ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധി കൊണ്ടാണ്. രണ്ടും രണ്ട് കാര്യമാണെന്ന് ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ എനിക്ക് എന്നെ മാറ്റാൻ വേണ്ടത് ധൈര്യമാണ്. ഒത്തിരി കാര്യങ്ങളായി ഈ പ്രാർത്ഥനയിൽ. ഇതൊക്കെ ഒരു കുറെ വർഷങ്ങൾ വന്ന ആളുകൾക്ക് ഒരാൾക്ക് പ്രാർത്ഥന ചൊല്ലുമ്പോൾ പോലും അത് തെറ്റിപ്പോകുന്നു. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുന്ന ഈ ലോകത്തില് ഒരാള് പറഞ്ഞ് മറ്റൊരാളെ മാറ്റുക എന്നുള്ളത് ഒരു ചാൻസ് ആണ്. അത് ഭൂരിപക്ഷം സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കാൻ നല്ലത്. അതിനെപ്പറ്റി മാത്രം ഈ ലോകത്തിലെ ആൾക്കാരെ മുഴുവനും അഹിംസാവാദികളാക്കി മാറ്റും. ഇത് നമ്മളൊരു പടയാണെന്ന് വിചാരിക്കും. അഹിംസാവാദികൾ. അത് ആരാ സ്വീകരിക്കുന്നു? സ്വീകരിക്കാതിരിക്കാം. പക്ഷെ നമ്മുടെ സക്സസ് റേറ്റ് വളരെ വളരെ കുറവാണെന്ന് അത് മിക്കപ്പോഴും പ്രായോഗികം
ആയിട്ട് നടപ്പിലാകുന്ന കാര്യമല്ല എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. നമുക്ക് പറയുകയൊക്കെ ചെയ്യാം, സത്വം നമ്മൾ പറയാം, അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ നമ്മളെ മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ശീലങ്ങള്, നമ്മുടെ അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങള്, നമ്മളെ തകർക്കുന്ന നമ്മുടെ ആവശ്യങ്ങള് ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കുകയും നമ്മളെ തന്നെ മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ധൈര്യം വേണം. ആ ധൈര്യത്തിന്റെ കുറവ് ഭയങ്കരമാണ്. കാരണം ഇതിന് ഒരു വടംവലിയുടെ ഇതാണ്. മദ്യവും മറ്റു ലഹരി വസ്തുക്കളും തലച്ചോറിൽ രണ്ട് പരിപാടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കുടിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു പ്ലഷർ, ഒരു ആനന്ദം, ഒരു ഭയങ്കര ആനന്ദം, ഒട്ടിപ്പിടിക്കുന്ന ആനന്ദം. ഒരു ആനന്ദം ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് കളയില്ല. ആ ആനന്ദത്തിനെ കളയാനായിട്ട് ഏതൊരുത്തൻ ശ്രമിക്കുന്നു അവൻ നമ്മുടെ ശത്രുവാകും. നമ്മളവനെ അടിച്ച് ശരിയാക്കും. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ നിരപ്പാകും. അതാണ് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഒരു ആനന്ദത്തിന് വേണ്ടി ആനന്ദമാർഗിയായി മാറുകയാണ്. അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ തലച്ചോറിലെ ചിന്തയിലും തോന്നലിലും വികാരങ്ങളിലും ഒട്ടിപ്പിടിച്ച് പശ പോലെ ഒട്ടിപ്പിടിച്ചത് അങ്ങനെ ചേർന്നിരിക്കുകയാണ്. അതിനെ അവിടുന്ന് ഇളക്കാനായിട്ട് അത് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിക്കുകയോ അതിൽ ഇടപെടുകയോ ചെയ്യുന്നവനെ ഉണ്ടല്ലോ അടിച്ച് നിരപ്പാക്കും. അത് എല്ലാ ആനന്ദത്തിൻ്റെയും പരിപാടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സഹനമൊന്നും ഉണ്ടാവില്ല ഈ രോഗാവസ്ഥയിലായിക്കഴിഞ്ഞു. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ കുട്ടി അവിടെ വിശന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വെക്കുന്ന ഭക്ഷണം നിങ്ങൾ എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടിക്ക് വെക്കും. എന്താണ് അവിടെ കാര്യം? അപ്പൊ അവിടെ നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ വികാരങ്ങള്, നിങ്ങളുടെ സ്വഭാവ രീതിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെ വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. അത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു മനുഷ്യനും കൂടിയാണ്. അതിന്റെ ആ മനുഷ്യത്വം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ അതിൽ കൂടി കിട്ടിയ ഈ സമൂഹത്തിന്റെ ഒക്കെ കഴിവിൽ കൂടി നിങ്ങളെ പഠിപ്പിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളില് നിങ്ങളെ സമൂഹം പഠിപ്പിച്ച ഗ്രൂപ്പ് കോൺഷ്യസ്നസ്, അതിന്റെ ബോധം നിങ്ങളുടെ ഉണ്ട്. ആ ബോധത്തിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾ വിശന്നിരിക്കുന്ന നിങ്ങളുടെ കുട്ടിക്കാണ് നിങ്ങൾ ഭക്ഷണം ആദ്യം കൊടുക്കുന്നത്. അതാണ് ജീവിതം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും വലിയ ഡേഞ്ചറസ് മാൻ, ഒരു ഭയങ്കര അപകടകാരിയായിരിക്കും. അപ്പൊ ഇത് ആണ് നമ്മള് മനുഷ്യനും മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത്. ഒരു 5-6 കാര്യങ്ങളുണ്ട്. അതില് ദയ, അതുപോലെ വിശന്നിരിക്കുന്ന ഒരു ചെറിയ കുട്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തായിരിക്കും, അതിന് നമ്മൾ കൊടുക്കുന്ന മുൻഗണന, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ മനുഷ്യത്വം ഉണ്ടാക്കണം. ഇതൊക്കെ കൂടിയാണ് നമ്മുടെ ആത്മീയത. അല്ലാതെ നിങ്ങൾ വേറെ ഒരു മതത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കുന്നതോ, ഒരു മതം പറയുന്നത് കേട്ട് നിങ്ങൾ മറ്റൊരാളെ കൊല്ലുന്നതോ, ഉപദ്രവിക്കുന്നതോ, ചീത്ത പറയുന്നതോ, ഇതൊക്കെ ആത്മീയത എന്ന് പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ, അല്ലെങ്കിൽ നിങ്ങൾ ഏറെ മരിച്ചു കഴിഞ്ഞ് ഏതോ ലോകത്ത് പോകുന്നു, അതിലൊന്നും ആത്മീയത ആയിട്ട് പറയുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിലെ ആത്മീയത എന്ന് പറഞ്ഞാൽ അത് മതാതീതമാണ്. അത് സഹാനുഭൂതി, ത്യാഗം. അതാണ് 12 പടികൾ പഠിപ്പിക്കുന്നത് ത്യാഗത്തെക്കുറിച്ചാണ്. ഒരാൾ അവനവന് വേണ്ടി ത്യാഗം ചെയ്യുന്നു. ആ ത്യാഗം എന്താണ്? മറ്റത്തിൽ നിന്ന് വിട്ടുനിന്ന് അതിനെ അയാള് സ്വന്തം ഭാര്യയെക്കാളും മക്കളെക്കാളും സ്വന്തം വീടിനേക്കാളും ഒക്കെ സ്നേഹിച്ചു മദ്യത്തെ. അതിനെ ഉപേക്ഷിക്കണമെങ്കിൽ അയാൾക്ക് ഒരു ത്യാഗം വേണം. എത്ര കുഴപ്പക്കാരനാണെങ്കിലും അയാൾക്ക് ഭയങ്കര ത്യാഗം ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ആ ത്യാഗം ചെയ്യാനുള്ളൊരു
12 പടികൾ നമ്മുടെ ഈ പ്രോഗ്രാമിലുണ്ട്. ആ പടികളിൽ കൂടിയാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറാനും ജീവിക്കാനും തുടങ്ങുന്നത്. അത് 12ാമത്തെ പടി അതാണ് പറയുന്നത്. ഈ ജീവിതത്തെക്കുറിച്ചുള്ള കുറച്ച് തത്വദർശനങ്ങൾ, നമ്മൾ ആരാണെന്നുള്ള, മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മൾ ആരാണെന്നുള്ള ഒരു ദർശനം, അതിനെ തിരിച്ചറിയാനുള്ള വഴികൾ, അതിനെ എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ള വഴികൾ, അതൊക്കെയാണ് 1 മുതൽ 12 പടികൾ വരെയുള്ളതിൽ മതാതീതമായിട്ടുള്ള ഒരു മനുഷ്യത്വം, മതത്തിന്റെ ഉള്ളില് കുടുങ്ങിക്കിടക്കാതെ, അതിന്റെ ഉള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. സ്നേഹം, കരുണ, മറ്റുള്ളവരോടുള്ള കരുണ, സ്നേഹം, സഹാനുഭൂതി, അയാൾ അനുഭവിക്കുന്ന വിഷമം എന്റേതാണെങ്കിൽ എന്നുള്ള ചിന്ത, ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ആത്മീയത വരുന്നത്. ഇത്തരം സംഗതികൾ അതിൽ കയറുന്നില്ലെങ്കിൽ ആത്മീയത അല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും ഒരു ആത്മീയതയാവൂല, ഒരു മതാതീതവും ആവൂല. ആളുകൾ ഇങ്ങനെ കൊട്ടിഘോഷിച്ചൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ. ഇപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസ് ഉദ്ദേശിക്കുന്ന ആത്മീയത അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഏത് മതത്തിലും ഏത് ജാതിയിലും ഏത് ജോലിയിലും ഏത് അവസ്ഥയിലുള്ള ആളുകൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന അവസാന വീടാണ്. ഒരു നശിച്ചുപോയ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ഒരു സുരക്ഷിതത്വം കിട്ടാത്ത, ഒരു ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഒരു മദ്യാസക്ത രോഗി, അല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയ ഏതൊരാളും അയാളുടെ അവസാനത്തെ വീടാണ് ഈ പ്രോഗ്രാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ആയാലും നാർക്കോട്ടിക് അനോണിമസിന്റെ പ്രോഗ്രാം ആയാലും അല്ലെങ്കിൽ മറ്റ് അഡിക്ഷൻ പ്രോഗ്രാം ആയാലും ഇതെല്ലാം ഈ അവസാനത്തെ വീടാണ്. ആ വീട്ടില് അയാൾക്ക് സ്നേഹം ഗ്യാരണ്ടീഡാണ്, സഹായം ഗ്യാരണ്ടീഡാണ്, അയാൾക്ക് അനുഭവങ്ങൾ ഗ്യാരണ്ടീഡാണ്. അങ്ങനെയാണ് അയാള് മനുഷ്യത്വത്തെ തിരിച്ചറിയുന്നതും അതിലൂടെ റിക്കവറി സാധിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള എല്ലാ പടികളും 24 മണിക്കൂർ പ്രോഗ്രാം ചെയ്തുകൊണ്ട് പഠിച്ച് ഒരു 90 ദിവസത്തേക്ക് മുന്നോട്ട് പോയാലും തലച്ചോറിൽ കുറച്ച് വിവരം കിട്ടും. തലച്ചോറിൽ കിട്ടുന്ന ആ വിവരമാണ് ഒരാളെ അയാളെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നത്. തലച്ചോറിൽ കയറുന്ന ആ വിവരങ്ങളാണ്. അതിന് അയാൾ ചെവി ഓർത്തിരിക്കണം, കേൾക്കാനുള്ള കേൾവി ഭയങ്കര സംഭവമാണ്. ഇവിടെ കേൾവി ഒരാളുടെ മനസ്സായി മാറുവാണ്. ആ മനസ്സ് കേൾക്കുന്ന വാക്കുകൾ അതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു മരുന്നായിട്ട് മാറുവാണ്. അത് ചിന്തകളെയും തോന്നലുകളെയും വികാരങ്ങളെയും ഒക്കെ സ്വഭാവങ്ങളെയൊക്കെ മാറ്റിമറിച്ചൊരു മരുന്നായിട്ട് മാറുവാണ്. അങ്ങനെ അയാളൊരു പുതിയ പ്രോഡക്റ്റായിട്ട് പുറത്തു വരും. അതിനയാൾക്ക് സമ്മതം ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. കാരണം അയാൾ മദ്യം അങ്ങോട്ട് പിടിച്ചു വലിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതാണ് അഡിക്ഷൻ. അഡിക്ഷൻ അയാളെ പിടിച്ചു വലിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ പിടിച്ചു വലിയിൽ നിന്ന് ആര് അയാളെ എതിർക്കാൻ നോക്കുന്ന ചിലപ്പോൾ അവരെ കൊല്ലാൻ സാധ്യതകളുണ്ട്. ഈ അടുത്തിടെയാണ് പത്രത്തിൽ വന്ന് ഒരു സ്വന്തം സഹോദരൻ ഒരു ചികിത്സിക്കാൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് അനിയനെ, ജ്യേഷ്ഠനെ അനിയൻ കൊണ്ടാക്കി. അവൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും മറ്റവനെ കൊന്നു. എന്താണ്? ഇടപെടാൻ പാടില്ല. അവന് ഇടപെടാൻ പാടില്ല. അവന്റെ അറിവ് അത്രേ ഉള്ളൂ. എന്റെ സുഖത്തിൽ ഇടപെടാൻ പാടില്ല. എന്റെ സുഖമാണ്. അപ്പൊ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയില് മൃഗങ്ങള് ഈ ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂട്ടും. അത് അവരുടെ ജന്മസ്വഭാവത്തിന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതിനേക്കാളും മോശമായിരിക്കും ഈ അഡിക്ഷൻ രോഗി.
അയാൾ വിശന്നിട്ടാണ് മൃഗങ്ങൾ തമ്മിൽ കടിപിടിക്കുന്നത്. ഇവിടെ അതല്ല, അഡിക്ഷൻ, ആർത്തിയാണ്. ആർത്തി കൊണ്ടിട്ടാണ്, ആഹ്ലാദത്തിന് വേണ്ടിയുള്ള ആർത്തിയാണ്. അതിനു വേണ്ടിയാണ് കൊന്നത്. മനസ്സിലായി? അതില് തടസ്സം നിന്നുകൊണ്ടാണ് കൊന്നത്. റിവഞ്ച്. അത് ഏത് അഡിക്ഷൻ ഉള്ള ആളും, അത് മദ്യാസക്തനാകട്ടെ, ഫുഡ് അഡിക്ഷൻ ഉള്ളവനാണ്, മറ്റേ സെക്സ് അഡിക്ഷൻ ഉള്ള ആളാകട്ടെ, അത് കമ്പൽസറി ഗാംബ്ലിംഗ് ഉള്ളവനാകട്ടെ, അല്ലെങ്കിൽ മതപരമായ അഡിക്ഷൻ ഉള്ള ആളായിക്കോട്ടെ, അവൻ ഇടപെടും, കൊല്ലും. അതാണ് അഡിക്ഷൻ. ചില ആശയങ്ങൾ അഡിക്ഷൻ ഉണ്ടാകും. ആശയങ്ങൾ എവിഡൻസ് ഉണ്ടോ ഇല്ലെന്നൊന്നും നോക്കൂല, തെളിവുണ്ടോ, എന്താണ് തെളിവ്. ഇപ്പൊ ഒരു മദ്യാസക്തൻ കുടിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവന്റെ കൂട്ടുകാരെ ഇവിടെ ആഹ്ലാദം പങ്കിടാൻ. അവൻ വിചാരിക്കുന്നു എന്ന് പറയുന്ന മിസ്റ്റിക്കലായിട്ടുള്ള മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മിസ്റ്റേക്കാണ്. മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു അനുഭവങ്ങൾക്കപ്പുറമുള്ളൊരു യാഥാർത്ഥ്യം. ഏതോ ഒരു എന്താ പറയുക, മലയാളത്തിൽ പറയാം അഭിനിവേശം. അതിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ത്വര, അതാണ് മിസ്റ്റിക്കലായിട്ടുള്ളത്. അങ്ങനെ ഒരു ചിന്തയാണ്. എന്തോ താൻ അനുഭവിക്കും അവിടെ, തനിക്ക് എന്തോ ഒരു പ്രത്യേക സുഖം കിട്ടും എന്നുള്ള ആ വടംവലിയിലാണ് അയാൾ ഇതിലേക്ക് പോകുന്നത്. അപ്പൊ ഇതുകൂടാതെ ശരീരം ഒരു അടിമത്വം, അതിനുവേണ്ടിയുള്ള ഒരു അടിമത്വം അനുഭവിക്കുന്നുണ്ട് ശരീരം. അത് കിട്ടിയില്ലെങ്കിൽ ശരീരത്തിന് നേരെ നിൽക്കാൻ പറ്റില്ല, അതിന്റെ പ്രവർത്തനം ശരിയാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അയാൾക്ക് അത് ആവശ്യം. അതാണ് അഡിക്ഷൻ. അപ്പൊ മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, മാനേജ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളാണ്. അതിന്റെ തെളിവാണ് ഈ ജീവിതം നിയന്ത്രണമില്ലാതായി പോയി. മദ്യത്തിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആളുകളാണ്. അത്രമാത്രം ശാരീരികവും മാനസികവും വൈകാരികവും ആയിട്ട് തകർന്ന് തരിപ്പണായിട്ടുള്ള ഒരാളാണ്. അതിന്റെ തെളിവ് ജീവിതം എങ്ങനെയായി മാറിയതാണ്. അത് ഒന്നാം പടിയാണ്. ഈ ഒന്നാം പടിയൊക്കെ സ്വീകരിക്കണമെങ്കിൽ എത്രയോ, അത് മനസ്സിലാക്കാനോ അത് സ്വീകരിക്കാനോ അത്രമാത്രം അവശതയിൽ എത്തിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഈ വടംവലി അവസാനിക്കില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, ചിന്തകളിലൊക്കെ അത് കടന്നു വന്നിട്ടുണ്ട് നിർത്തണം എന്നൊക്കെ. പക്ഷെ ചിന്തയ്ക്ക് ഈ വടംവലിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് ക്രേവിങ്, ആർത്തി കൊണ്ടാണത്. ആർത്തിയും നിർബന്ധവും നിയന്ത്രണമില്ലായ്മയും വരുംവരായികളെ അറിഞ്ഞിട്ടും എടുത്തിയാടുന്നതും ഒക്കെ കൊണ്ടാണ്. അങ്ങനെ അത് മുമ്പോട്ട് പോകും. രണ്ടാമത്തെ പടി പറയുന്നത്, ഞങ്ങളെ വലിയൊരു ശക്തി ഇതൊക്കെ മാറ്റിത്തരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. എന്താണ് അവിടെ ദൈവത്തെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ഒരു മദ്യാസക്തനും അല്ലെങ്കിൽ ലഹരിക്ക് അടിപ്പെട്ട ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, തനിക്കെല്ലാം അറിയാം, താനൊരു കേവനാണെന്നുള്ള പ്രൊജക്ഷൻ, തള്ളലാണ്, എടുത്തിയാട്ടാണ്. ഞാനെല്ലാം അറിഞ്ഞിരിക്കുന്നു, ഞാനിതെല്ലാം അറിഞ്ഞിരിക്കുന്നു, ലോകത്തെ അറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, സംഭവമാണ് ഞാൻ. ഇങ്ങനെയുള്ള അഹന്ത, ഈഗോ. ശരിക്കുള്ള ഈഗോന്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ഈ മദ്യാസക്ത രോഗത്തിലും അഡിക്ഷനിൽ പറയുന്ന ഈഗോ എന്ന് പറഞ്ഞത്. ശരിക്കും നേരെ എതിരാണ്. ഈഗോ എന്ന് പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ, സെൽഫ് ഐഡന്റിഫിക്കേഷൻ. എന്നെ അറിയാവുന്ന ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഇവിടുത്തെ ആളാണ്, എൻ്റെ അഡ്രസ്സ് എന്താണ്, എൻ്റെ അച്ഛനമ്മമാര്, എൻ്റെ സ്വദേശം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജോലി, ഞാൻ എവിടെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ അറിയാൻ പ്രാപ്തിയും കഴിവും ഉള്ള സെൽഫ് ഐഡന്റിഫിക്കേഷൻ, സ്വയം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളതാണ് ഈഗോ ശരിക്കും. പക്ഷെ ഈ അഡിക്ഷന്റെ കാര്യത്തിൽ ഈഗോ അനുസരണ ഇല്ലാത്ത ഈഗോ, അഹന്ത കാണിക്കുന്ന ഈഗോ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആൽക്കഹോളിസത്തിലും അഡിക്ഷനുള്ള ഈഗോ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ഈ ആൾക്ക് ഒന്ന് അടങ്ങി നിൽക്കണമെങ്കിൽ നീ വലിയ സംഭവമല്ലെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ
അത് ആദ്യകാലത്ത് മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്ന ഒരു ശക്തി തന്നെ വേണം. ആദ്യകാലത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നതും നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി ഉണ്ടെന്നും ദൈവമാകാം, ഒരു സിംഗിൾ ദൈവമായിരിക്കാം, അനേകം ദൈവങ്ങളായിരിക്കാം, ഏതെങ്കിലും ഒരു മതത്തിന്റെ ദൈവമായിരിക്കാം. അങ്ങനത്തെ ചിന്ത മനുഷ്യർക്ക് ആദ്യം മുതലുണ്ട്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് സ്ഥാപിക്കപ്പെട്ടതിന്റെ അടുത്ത് തന്നെ ഇങ്ങനെയുള്ളൊരു അഹന്ത നിർമാർജനം, അഹങ്കാരം നിർമാർജനം ചെയ്യുക, അതിന് വലിയൊരു ശക്തിയെ കൊണ്ടുവരിക, ആ ശക്തിയെ ബോധ്യപ്പെടുത്തി അതിലൂടെ മനസ്സിലാക്കി കൊടുക്കുക. നീ ഒന്നുമല്ല, നീ ഒരു സംഭവമേ അല്ല എന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ ഏതിൽ കൊണ്ടുവന്നൊരു സംഗതിയാണ്. അതിനേക്കാൾ വലിയ ഒരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ഈ എടുത്തയാട്ടം അവസാനിക്കും. നീ വലിയ സംഭവമല്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ലെങ്കിൽ അയാൾക്ക് വിചാരിക്കാം, ഞാൻ ആരെക്കാളും വലുതുമല്ല, ആരെക്കാളും ചെറുതുമല്ല, ഞാൻ മാത്രമാണ്. ഞാൻ ആരെയും നിയന്ത്രിക്കാനോ ആരെയും ചെറുതാക്കാനോ അടിമയാക്കാനോ പറ്റുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല ഞാനൊരു കേവനുമല്ല. അങ്ങനത്തെ ഒരു സ്വയം മനസ്സിലാക്കലുള്ള ഒരാൾക്ക് ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല. കാരണം അയാൾ ആരും അങ്ങനെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ചിന്തയിൽ കൂടി, അഹങ്കാരത്തിൽ കൂടി അയാൾക്ക് ആരെയും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. ഒരു മധ്യസ്ഥത്തിന് അല്ലെങ്കിൽ മറ്റു ലഹരിയുള്ള ആളെ നോക്കുക, അയാൾ എപ്പോഴും നിഷേധത്തിന്റെ ഉള്ളിലാണ്, എപ്പോഴും മറ്റുള്ളവരോട് കലഹിച്ച് കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളെ പിടിച്ചു നിർത്താൻ, അയാളുടെ തള്ളലൊന്ന് കുറയ്ക്കാൻ അയാളെക്കാൾ വലിയ ശക്തി ഉണ്ട്. അത് ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. അത് ഈ ലോകത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, ആ ശക്തിയുണ്ട്. വെറുതെ ഒരു തള്ളല് മാത്രമാണ്. ഞാൻ ഭയങ്കര സംഭവം, മരിച്ചു പോകുന്ന ശരീരമുള്ള ഒരാളിങ്ങനെ പറഞ്ഞു നടക്കുക. ഏത് നിമിഷം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നിമിഷ നേരം കൊണ്ട് മരിക്കാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മരിക്കാം. അങ്ങനത്തെ ഒരു രോഗം കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഈ തള്ളല് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ആ രണ്ടാമത്തെ പടിയുടെ പ്രത്യേകത. അതാണ്. അതൊക്കെ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞ് അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മദ്യത്തിന്റെ പുറകെ നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തലച്ചോറ് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് കൂടാതെ നാലാമത്തെ പടി എടുത്ത് നോക്കുക. അത് വളരെ അപാരമായിട്ടുള്ള ഒരു ബുദ്ധി കൗശലം അതിൻ്റെ ഉള്ളിലുണ്ട്. അതെന്താണ്? അതിസൂക്ഷ്മത വേണം അതിന്. അതിസൂക്ഷ്മത. ഈ മദ്യം നിർത്തണമെങ്കിൽ ഈ ലഹരിയുടെ പുറകെ പോയിട്ട് പല കാര്യങ്ങളും നുണ പറയും. ഞാൻ മദ്യം കഴിച്ചിട്ട് മദ്യം കുറച്ചേ കഴിച്ചുള്ളൂ, കുറെ മുമ്പാണ് കഴിച്ചത്, ഇങ്ങനെയുള്ള നുണകളുടെ ഒരു കൂമ്പാരം. അപ്പൊ ആ നുണകൾ പറയാതിരിക്കാൻ അതിസൂക്ഷ്മത വേണം. അതിസൂക്ഷ്മത. അങ്ങനെ ഒരു സൂക്ഷ്മത ഉണ്ടാവും. സത്യം വിജയിച്ചാൽ, ഞാൻ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ള സത്യം വിജയിച്ചാൽ അത് അതിസൂക്ഷ്മതയാണ്. അവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ധാർമ്മിക നിലവാരം തകരുന്ന പ്രശ്നമില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ധാർമ്മിക നിലവാരങ്ങൾ തകരാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് മദ്യം കഴിക്കുക, അപ്പോ അതിന് എനിക്ക് വേണ്ടിയുള്ളൊരു കാര്യമാണ് എന്നുള്ള ഭയമൊന്നുമില്ലാതെ വെറുതെ മദ്യം കഴിക്കാൻ നുണ പറയുക, ചതിക്കുക, അങ്ങനെ അതിൽ കൂടി എന്നെ തന്നെ ചതിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ധാർമ്മികമെന്ന് പറയുന്ന എല്ലാ സംഗതികളും അതിൽ തകർന്ന് തരിപ്പണായിപ്പോകും. കാരണം ഞാൻ രക്ഷപ്പെടലിന്റെ മാർഗത്തിലാണെന്ന് എനിക്ക് തന്നെ ആദ്യം ബോധ്യപ്പെടണം. ഞാൻ എനിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് നാലാമത്തെ പടി. എത്ര ഭയങ്കരമായിട്ട് നമ്മളെ ബോധ്യം, നീ നുണയാണ് പറയാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തിട്ട്. അഞ്ചാമത്തെ പടി പറയുന്നുണ്ട്, നീ നിന്നോട് തന്നെ നിന്റെ ദൈവത്തോടും അല്ലെങ്കിൽ നിന്റെ വലിയ ശക്തിയോടും
ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനായിട്ടും നിനക്കൊരു കണക്ഷൻ വേണം, എങ്കിലും നീ ഒരു മനുഷ്യനാവുള്ളൂ. ഇതൊക്കെ ഈ 3 കണക്ഷനും നഷ്ടപ്പെട്ട ഒരാളാണ് മധ്യാസക്തൻ. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞേക്കണം. എത്ര ഭയങ്കര ഒരു പടിയാണെന്ന് നോക്കുന്നത്. ഒരു മധ്യാസക്തന് ഒരു പച്ചയായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന്റെ കാര്യം ഇത് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ മദ്യാസക്തനും അല്ലെങ്കിൽ ലഹരിക്ക് അടിപ്പെട്ട ഒരാളും ആണെങ്കിൽ അയാൾക്ക് ഈ 3 കാര്യങ്ങളും നഷ്ടപ്പെടും. അയാൾക്ക് അയാളും ആയിട്ടുള്ള ബന്ധം പോയി. അയാൾക്ക് അയാളുമായിട്ടുള്ള ബന്ധം എന്തിൽ കൂടിയാണ്? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടാണ്. അത് നഷ്ടപ്പെട്ടു. കാരണം അതിൽ രണ്ടിലും മദ്യം കയറി ഇറങ്ങുവാണ്. മനസ്സെന്ന് പറഞ്ഞാൽ തലച്ചോറാണ്. തലച്ചോറിൽ കയറി ഇറങ്ങുന്നുണ്ട്, ശരീരത്തിൽ കയറി ഇറങ്ങിക്കൊണ്ട് ഒത്തിരി രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ട് അയാളൊരു രോഗിയാണ്, ഒരു ആയുഷ്കാല രോഗിയാണ്. അയാളുടെ തലച്ചോറില് അയാളെ ശരിയാക്കി എടുക്കാനുള്ള എല്ലാ പരിപാടിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്കത് ആവശ്യമാണ്, ആവശ്യമാണ് അയാൾക്ക്. അതുകൊണ്ടാണ് അയാളെ അറിയണം, അയാളുടെ വലിയ ശക്തി അയാൾ മനസ്സിലാക്കണം. അയാൾക്ക് നിയന്ത്രണത്തിന്റെ ഉള്ളിൽ ജീവിക്കണമെങ്കിൽ അയാൾക്ക് വലിയ ശക്തിയെ മനസ്സിലാക്കണം. അത് കൂടാതെ അയാൾക്ക് ഈ ലോകത്തിൽ എല്ലാവരും വെറുത്ത ഒരാളാണ് അയാൾ. എല്ലാവരും വെറുക്കപ്പെട്ട ഒരാളാണ്. കുടുംബം, സുഹൃത്തുക്കള്, ജോലി സ്ഥലത്തുള്ള ആളുകള്, എല്ലാവരും വെറുത്ത ഒരാളാണ്. ആ ഒരാൾക്ക് ഏറ്റവും വലിയൊരു ആവശ്യം പുറത്തെ ലോകത്ത് എന്താണ്? ഒരു സുഹൃത്താണ്. അയാളുടെ വാക്കുകൾ കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അയാൾക്കൊരു ആശ്വാസം കൊടുക്കാൻ, ഒരല്പം സ്നേഹം കൊടുക്കാൻ, അയാളുടെ കൈയൊന്ന് പിടിക്കാൻ ഒരു സുഹൃത്ത്. അതാണ് 5-ാമത്തെ പടി പറയുന്നത്. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഒരു സുഹൃത്തെങ്കിലും അത് നിങ്ങൾക്ക് ലോകത്ത് വേണം. എത്ര മനോഹരമായിട്ടുള്ള ഇത് 5-ാമത്തെ പടി. അത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് സമയമൊക്കെ പോകും ചിലപ്പോൾ. കാരണം ഇത് 24 മണിക്കൂർ പ്രോഗ്രാമിൽ കൂടി തലച്ചോറിനെ ശുദ്ധിയാക്കി, ശരീരത്തെ ശുദ്ധിയാക്കി, നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളെ ശരിക്കും മനസ്സിൽ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് 24 മണിക്കൂർ പ്രോഗ്രാമാണ് അതിന്റെ അടിത്തറ. ആ അടിത്തറ ഇല്ലെങ്കിൽ ഇതൊക്കെ പോകും. അപ്പൊ അതിൽ കൂടി പോകുമ്പോൾ പിന്നെ 6-ാമത്തെ പടിയിൽ നമുക്ക് പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി അറ്റ് എനി ടൈം, എവറി ടൈം. അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞാൻ എപ്പോഴും റെഡി അല്ലെങ്കിലും പരിപാടി തീർന്നു. എപ്പോഴും ഈ പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ലെങ്കിൽ സംഗതി എല്ലാം തകർന്നു പോയില്ല. അപ്പൊ 24 മണിക്കൂർ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ 8-ാമത്തെ പടി വളരെ ഇമ്പോർട്ടൻ്റ്. 8-ാമത്തെ പടി പറയുന്നത്, എനിക്ക് തെറ്റുപറ്റുന്ന 2 വാക്ക് പറയാൻ മാത്രം ചങ്കൂറ്റമുള്ള ഒരാളായിരിക്കും. പല ആൾക്കാരും വിചാരിക്കുന്നത് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നത് ഞാനൊരു ഭീരുവായി പോയി, എന്തോ ഒരു മിടുക്കനല്ലാതായി പോയി, എന്തോ എനിക്ക് കുറവ് പറ്റി, ഞാനങ്ങ് താഴ്ന്നു പോയി, ഞാൻ ചവിട്ടി അരച്ചതിന് തുല്യമായി എന്നൊക്കെ മണ്ടത്തരം വിശ്വസിക്കുന്ന എത്രയോ ആളുകളുണ്ട്. മറിച്ചൊരു മദ്യാസക്തൻ ഉപദ്രവിച്ചതിന് കയ്യും കണക്കുമില്ല. അയാളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും, അയാളുടെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, മക്കള്, അയാളുടെ ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അവരുടെ ബന്ധുക്കൾ, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സുഹൃത്തുക്കൾ, അവരൊക്കെ ചവിട്ടി അരയ്ക്കാത്ത ആൾക്കാർ ആരാ ഉള്ളത്? അവരൊക്കെ പറഞ്ഞ അസഭ്യങ്ങൾ എത്രമാത്രം ഉണ്ട്. അവരുടെ പേരിലൊക്കെ കേസ് നടന്നിട്ടുണ്ട്, ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാതെ ഇയാൾ എങ്ങനെയാണ് ജയിലിൽ കൂടി രക്ഷപ്പെടാൻ പോകുന്നത്? അതുകൊണ്ടാണ് ആ കാലത്ത് പോലും 1935-39 ഈ പടികളൊക്കെ എഴുതിയത്. ആ കാലത്ത് പോലും ഇതൊക്കെ മനസ്സിലാക്കി. ഇതെല്ലാം വെറും സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള ജീവിതമാണ്. അപ്പോ ആ സമയത്ത് പോലും അവർ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ നിങ്ങളുടെ അടുത്ത് വേണം. അതിന് നിങ്ങൾക്ക് 2 വാക്ക് മതി. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് തെറ്റുപറ്റി
എന്ന് 2 വാക്കുകൊണ്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് ഒരു കലങ്ങി മറിഞ്ഞ ഒരു മനസ്സ് അവിടെ ഒരു ശാന്തതയിലേക്ക് വന്നു. അവിടുന്ന് അത് മുന്നോട്ട് പോകും. ഒരാൾക്ക് പ്രശാന്തമായ മനസ്സ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഈ 8ാമത്തെ പടി. പിന്നെ നമ്മള് നിരന്തരം ഈ 8ാമത്തെ പടിയിൽ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ ദിവസം മറ്റൊരാൾ പറഞ്ഞെന്ന് തോന്നുന്നു. 8ാമത്തെ പടിയിലെ പ്രശ്നം എന്താ വെച്ചാല് മാപ്പ് ചോദിക്കുമ്പോൾ ആ മാപ്പ് ആരോടാണ് ചോദിക്കുന്നത് അവർക്ക് ആ മാപ്പ് പറച്ചിൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായി മാറിയാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയാണെങ്കിൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഉപദ്രവകരമായിട്ടുള്ളൊരു മാപ്പ് പറച്ചിൽ അതൊരു ദ്രോഹമായിരിക്കും ആ സിറ്റുവേഷനും അതൊക്കെ. അപ്പൊ അത് ഒരു മുൻകൂർ ഒരു സൂചന നൽകുന്നുണ്ട്. പിന്നെ ഈ 12ാമത്തെ പടി നിരന്തരമായിട്ടുള്ള സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തില് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളും നമ്മൾ എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തു അതിന്റെ ഒരു സ്വയം വിലയിരുത്തൽ. കാരണം ഒരു മധ്യാസക്തന്റെ ഒരു ജീവിതത്തില് ഒരു ദിവസത്തെ 24 മണിക്കൂർ ജീവിതത്തില് ഈ ഉപദ്രവത്തിന്റെ ലിസ്റ്റിൽ വരാത്ത ആളുകൾ ഉണ്ടാവും തോന്നുന്നു. അതിൽ ഏറ്റവും നമ്പർ 1 അയാളെ തന്നെയാണ് അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ കൂടെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്നുണ്ട്. ഇതൊക്കെ അയാളുടെ മനസ്സിൽ ക്ലാരിറ്റി, വ്യക്തത വരണമെങ്കിൽ അയാൾ അതിനെപ്പറ്റി ചിന്തിക്കണം. ഒരു കണക്കെടുപ്പ് നടത്തണം. ഓരോ ദിവസം അയാൾ കിടക്കാൻ നേരത്ത് അയാള് എവിടെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടായി, ആരെയൊക്കെ ഉപദ്രവിച്ചു, ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ ചെയ്യാൻ പറയുന്നുണ്ട്. അതുകൂടാതെ ഈ പ്രാർത്ഥന ധ്യാനം എന്നൊക്കെ പറയുന്ന സംഗതികൾ നിസ്സാരമൊന്നുമല്ല. അത് വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയും ധ്യാനത്തിലും നമ്മൾ വെറുതെ അന്ധമായിട്ടുള്ള ഒരു കൂടി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നമ്മുടെ മനസ്സവിടെ വേണം. മനസ്സില്ലാത്ത ഒരു പ്രാർത്ഥന, ഒരു ധ്യാനം കൊണ്ട് ഒരു വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പുതിയ വാക്ക് മൈൻഡ്ഫുൾനെസ് എന്നാണ്. മൈൻഡ്ഫുൾനെസ്. നമ്മുടെ മനസ്സ് എവിടെയാണോ ആ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവിടെയാണ് പ്രാർത്ഥനയും ധ്യാനവും നടക്കുന്നത്. നിങ്ങളുടെ നല്ല ശുദ്ധ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒച്ചയിലിരുന്നും വലിയ വാചകങ്ങൾ അടിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ കൂടെ നിങ്ങളുടെ മനസ്സ് വേണം. അത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളിലും സ്വഭാവങ്ങളിലും എല്ലാം ആ മനസ്സ് സംശുദ്ധമായിട്ട് ഉള്ള ആ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു പ്രാർത്ഥനയ്ക്കും ഒരു ധ്യാനത്തിനും തുല്യമാണ്. അപ്പൊ ഒരു ഉദാഹരണം പറയാം. ഈ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക, ഒരു അലർട്ടായിട്ട് നിൽക്കുക, നമ്മുടെ ചുറ്റുപാടിനെ അറിയുക, നമ്മുടെ ബോധം പ്രവർത്തിക്കുക. ആ ബോധത്തിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ള ലോകവും മുമ്പിലുണ്ട്, ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ ശ്രദ്ധ, ധാരണ, നമ്മൾ അർത്ഥം കൊണ്ട് ലോകത്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ബോധം അത് ഫോക്കസ്ഡാണ്, അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഓരോ ചലനത്തിലും അതുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സ് ഇപ്പോഴത്തെ മനസ്സാണ്, പ്രസന്റ് മനസ്സാണ്. പ്രസന്റ്, ഇപ്പോഴത്തെ യഥാർത്ഥ മനസ്സാണ്. അതൊരു പഴയ മനസ്സല്ല. പഴയ മനസ്സ് ഇങ്ങനെ മറ്റു ലഹരികളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞൊരു മനസ്സാണ്. അപ്പൊ ആ ഭൂതകാലത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പഴയ കാലത്ത് മനസ്സിലേക്ക് പോയാൽ ഭ്രാന്ത് പിടിക്കും. പഴയ കാലത്ത് ആ മനസ്സിലേക്ക് പോയിക്കൊണ്ട് ഒരു മധ്യാസത്തിനോ ഒരു മറ്റു ലഹരിയുള്ള ഒരുത്തം നടന്നു കഴിഞ്ഞാൽ ഭ്രാന്തിലേക്ക് തിരിച്ചു പോകാൻ നടക്കും. അപ്പോൾ പഴയ കാലം നമുക്ക് വേണ്ട. ഇനി ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കാനായിട്ട് ഒരു വസ്തുക്കളും നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ നമ്മളതിന് വിട്ടു നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്ന ഭാവി കാലം
ഒരു ആർത്തിയോടുകൂടി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആർത്തിയിലേക്ക് പോയാൽ അവിടെ നമ്മൾ തകർന്ന് തരിപ്പണാവും. ഇപ്പോഴത്തെ നമ്മുടെ മനസ്സ്, ഇപ്പോഴത്തെ നമ്മുടെ പ്രവൃത്തി, ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം, പ്രസന്റ്, ഈ കാലം, ഈ സമയം, ഇതിൽ കൂടിയാണ് നമ്മൾ നാളത്തെ നമ്മൾ രക്ഷപ്പെട്ട് നമ്മളൊരു മനുഷ്യനായി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിലും ഉൾപ്പെട്ട് നമ്മൾ ജീവിക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ ജീവിതം, ഇപ്പോഴത്തെ ഈ പ്രസന്റ് മനസ്സ്, പ്രസന്റ് ജീവിതം, പ്രസന്റ് ആയിട്ടുള്ള എല്ലാ സംഗതികളും അതിൽ കൂടി നമ്മൾ പോകും. അതിൽ നമ്മൾ വിട്ടു നിൽക്കേണ്ട സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കണം, വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുകൊടുക്കണം, തർക്ക വിഷയങ്ങളിൽ നിന്നും ഏർപ്പെടാതെ ഇപ്പോഴത്തെ ജീവിതത്തില് പ്രസന്റ് ലൈഫ് അതിന്റെ അടിത്തറയില് 24 മണിക്കൂർ അടിത്തറയില് നമ്മുടെ സ്വയബോധം നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. പക്ഷെ ഈ ജീവിതം കുറച്ച് കടുപ്പം കൂടി ഉള്ളതായിരിക്കും. കാരണം വെച്ചാല് ഇപ്പോ മദ്യാസക്തൻ എന്തെങ്കിലും വിഷമം പിടിച്ച അവസ്ഥകൾ നേരിടുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ അയാൾ ചെയ്യുന്നത് മദ്യത്തെ അന്വേഷിക്കലാണ്, അതിന്റെ തണലില് നിൽക്കലാണ്. പക്ഷെ ഇപ്പോഴത്തെ ജീവിതം അത് സാധിക്കില്ല. അപ്പൊ അവിടെ ഒരു സംഘർഷം വരും. അപ്പൊ ഈ സംഘർഷങ്ങളെ മറികടക്കാൻ അയാൾക്ക് ഒരു പ്രതിരോധം വേണം. റെസിലിയൻസ് എന്ന് പറയും. റെസിലിയൻസ് എന്നാണ് അതിന്റെ പേര്. ഒരു ചങ്കൂറ്റം, നേരിടാനുള്ള ചങ്കൂറ്റം അയാൾക്ക് വേണം, ധൈര്യം വേണം അയാൾക്ക്. അത് നേരത്തെ നമ്മൾ പ്രാർത്ഥനയിൽ പറഞ്ഞു കഴിഞ്ഞു. ധൈര്യം വേണം, ബുദ്ധിശക്തി തിരിച്ചു പിടിക്കണം. അതിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇന്നത്തെ ഓരോ ദിവസത്തിലും നമ്മൾ ധൈര്യവും ബുദ്ധിശക്തിയും കൊണ്ട് നമ്മൾ പ്രശാന്ത മനസ്സോടുകൂടി സുബോധവാനായിട്ട് മുന്നോട്ട് പോവാണ്. അതാണ് പ്രസന്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സ് നമ്മളെ കൂടെ നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന വികാരങ്ങളും നമ്മുടെ ചട്ടക്കൂട് എന്ന് പറയും, ഫ്രെയിം വർക്ക്. ആ ഫ്രെയിം വർക്ക് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ഫ്രെയിം വർക്ക് അതൊരു ചട്ടക്കൂടെന്ന് അതിന്റെ അർത്ഥം. അതിന് 3-4-5 അക്ഷരങ്ങളുണ്ട്. ഫ്രെയിംസ് എന്ന് പറയും. ഫ്രെയിംസ്. അത് ഈ എഫ് എന്ന് പറഞ്ഞാല് നിങ്ങൾ പിന്തുടരുക, ഫോളോ അപ്പ്. പിന്തുടരുക. നിങ്ങൾ ഈ പ്രോഗ്രാം പിന്തുടരുക. മധ്യത്തിൽ നിന്ന് 24 മണിക്കൂർ വിട്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് മാറാൻ പോവാണ്. അടുത്ത അക്ഷരം ആർ എന്നുള്ളതാണ്. ആ ആർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മധ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു പിന്തുടർച്ചയാണ് ഈ പ്രോഗ്രാം. അപ്പൊ ആ പ്രോഗ്രാമില് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ്. ഇനി വേറൊരാളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങളെ ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടു നടക്കുക. ഇപ്പൊ നിങ്ങൾ കിട്ടിയ ഈ അനുഭവങ്ങള് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടി മുമ്പോട്ട് കൊണ്ടുപോകും. അതാണ് റെസ്പോൺസിബിലിറ്റി. എന്ന് പറഞ്ഞ അഡ്വൈസ് ആണ്. ശരിയായ നിങ്ങളുടെ ഉപദേശം നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അറിവ്, അതാണ് ഏറ്റവും വലിയ അഡ്വൈസ്. നിങ്ങളെന്ന മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഈ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു അതല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വൈസ് അതാണ്. അതുകൂടാതെ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കുന്ന ഡോക്ടേഴ്സ്, കൗൺസിലേഴ്സ്, സുഹൃത്തുക്കള്, സുഹൃത്തുക്കള് ഒക്കെ തന്നെ, അവരൊക്കെ തന്നെ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് മോശമല്ല. അവര് പ്രചോദനമാണ് തരുന്നത്. മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാനുള്ള പ്രചോദനങ്ങൾ, അതാണ് അഡ്വൈസ്. ശരിയായ ഒരു ഉപദേശം അതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു അർത്ഥം ഉണ്ടാക്കണം. അതാണ് മീനിങ്. എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്. മീനിങ് ഇൻ ലൈഫ്. ജീവിതത്തിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും ജീവിക്കാൻ നിങ്ങൾക്ക് കൊതിയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. യഥാർത്ഥ ജീവിതം, അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കൊതിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഫ്രെയിംസിലെ 4 അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചു.
ഒന്നാമത്തെ ഫോളോ അപ്പ്, പിന്തുടരുക ഈ പ്രോഗ്രാം. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളിപ്പോൾ പഠിച്ച പടികളും അതിൽ കൂടി മുമ്പോട്ട് പോകേണ്ടതും അത് ചെയ്യേണ്ട കാര്യങ്ങളും അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അഡ്വൈസ് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുമായിട്ട് ബന്ധമുള്ള നിങ്ങളുടെ നല്ല സുഹൃത്തുക്കള്, ബന്ധുജനങ്ങള്, അവരിലെല്ലാം നിങ്ങൾക്ക് നല്ല അഡ്വൈസ് കിട്ടും. അതിൽ കൂടി നിങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള അർത്ഥവത്തായ കാര്യങ്ങൾ നിങ്ങളിലെത്തും. മീനിങ് നിങ്ങൾ അർത്ഥം അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മനുഷ്യനായി മാറും എന്ന് വെച്ചാൽ നിങ്ങൾ എമ്പതി എന്ന് പറഞ്ഞാൽ ഒരു സഹാനുഭൂതി മാത്രമല്ല, മറ്റൊരാൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഞാൻ അനുഭവിച്ച ദുരന്തം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളോട് ചേർന്ന് നിൽക്കുന്ന ദയ, കാരുണ്യം, സ്നേഹം, അതിനൊക്കെ കൂടിയാണ് എമ്പതി എന്ന് പറയുന്നത്. നമ്മളും അയാളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് വിചാരിച്ച് അയാളെ മനസ്സുകൊണ്ട് അയാളോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളൊരു മനുഷ്യനായി മാറുന്നു. എമ്പതി. അപ്പൊ ഇതാണ് നിങ്ങളുടെ സോബ്രിറ്റിയുടെ, നിങ്ങളുടെ പ്രശാന്തമായിട്ടുള്ള മനസ്സിന്റെ അടിത്തറ. ഇതാണ് നിങ്ങള് റിക്കവറിക്ക് വേണ്ട സംഗതികളെല്ലാം ഇതിലുണ്ട്. ഈ പ്രോഗ്രാമിൽ കൂടിയുള്ള റിക്കവറി ഞാനിപ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും എന്തൊക്കെ വേണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ മദ്യാസക്ത രോഗത്തിന്റെ കാതലായ സംഗതി എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂർ പ്രോഗ്രാമിൽ കൂടി സ്വന്തം തലച്ചോറിനെയും സ്വന്തം ശരീരത്തെയും സ്വന്തം സ്വഭാവത്തെയും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ എന്തൊക്കെ കിട്ടും? ഒരു മനോഹരമായുള്ള ജീവിതം തിരിച്ചു കിട്ടും, കഴിവുകൾ തിരിച്ചു കിട്ടും, ഒരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥ വേറൊരു സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളെ അംഗീകരിക്കും. അതാണ് നമ്മൾ ഈ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 12 പടികളും 12 പാരമ്പര്യങ്ങൾ വാസ്തവത്തില് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു മുന്നറിയിപ്പുകൾ കൂടിയാണത്. നമ്മള് ഈ റിക്കവറിയിൽ നിന്ന് മാറി നമ്മൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു വാണിങ്, മുന്നറിയിപ്പുകളാണ്. അതില് ഏറ്റവും പ്രധാനം നമ്മൾ യഥാർത്ഥ മനുഷ്യത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാനുള്ള ഈ പടികൾ നടത്തണമെങ്കിൽ അത് ചില നിയമങ്ങളുടെ ഉള്ളിലാണ് അത് നടത്താൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് എയില് അത് സൗജന്യമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എ പ്രോഗ്രാം. അവിടെ പണം വാങ്ങിക്കലോ ഒരു രാഷ്ട്രീയ കക്ഷികളെ പോലെയുള്ള അടിച്ചേൽപ്പിക്കലോ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള അനുസരണ പഠിപ്പിക്കലോ ഒന്നുമില്ല ഇവിടെ. ഒരാൾ സ്വയം പഠിക്കലാണത്. അപ്പൊ അതിന്റെ നിയമങ്ങളൊക്കെയാണ് ഈ 12 പാരമ്പര്യങ്ങൾ. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പിന്നീട് നമ്മൾ മെമ്പേഴ്സ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതൊക്കെ മനസ്സിലാക്കുക. ചികിത്സ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിത്തറ എന്താന്ന് വെച്ചാൽ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. അതിന്റെ ആദ്യത്തെയും തുടക്കം മുതൽ അവസാനിക്കും നമ്മൾ മരിക്കുന്ന വരെയുള്ള ചികിത്സ എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ എന്നുള്ള ചികിത്സയാണ്. അത് ചികിത്സാ മാർഗവും ചികിത്സയുടെ അടിത്തറയാണ്. അബ്സ്റ്റിനൻസ്, വിട്ടുനിൽക്കൽ. ഇതറിയാൻ പാടില്ലാത്ത പല ആൾക്കാരും ഇങ്ങനെ സ്വയം കബളിപ്പിക്കല്, അതായത് വല്ലപ്പോഴൊക്കെ കുടിച്ചാൽ കുഴപ്പമില്ല, കുറച്ച് കുടിച്ചാൽ കുഴപ്പമില്ല, ഞാനൊരു മനുഷ്യനല്ലേ, അങ്ങനെയുള്ള ന്യായത്തിനൊന്നും ഇവിടെ യാതൊരു വിലയില്ല ഇവിടെ. കാരണം അതൊക്കെ സൂചിപ്പിക്കുന്ന മദ്യാസക്ത രോഗം എത്രമാത്രം ദയനീയമായ ഒരു രോഗം എന്നുള്ളതാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആളുകളുടെ ദയനീയമായ രോഗം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അതിനെയൊക്കെ മറികടന്ന് നമുക്ക് റെസിലിയൻസ്, ഒരു പ്രതിരോധം
വലിയ തിരമാലകൾ വന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നാൽ മുറിഞ്ഞു വീഴാത്ത ഒരു സംഗതി. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല സുബോധ ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സാർ. ഹലോ സാറ് പറഞ്ഞോ.